എണ്ണയിലൊന്നും പൊരിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്കിത് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം, ഒരു നേന്ത്രപ്പഴം ഉള്ളോട്ടോ എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നേന്ത്രപ്പഴവും തേങ്ങയൊക്കെ ഇതുപോലെ ഒന്നങ്ങ് മൂത്ത് വന്നാൽ മതി കേട്ടോ. ആ ഒരു പഴക്കൊന്ന് വാടിയിട്ട് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കൊന്നും വേണ്ട, ഉടഞ്ഞു പോകുമൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്നങ്ങ് മൂത്ത് വന്നാൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറുത്ത സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ സേമിയത്തിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് തന്നെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ചൂടിൽ ഇട്ടിട്ട് തന്നെ ഒന്നങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ റവ 1 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം ശർക്കര പാനി ഉണ്ട് കേട്ടോ. ഇത് ഒരു 2 അച്ച് ശർക്കരയാണ് ഞാൻ ഉരുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ മധുരത്തിന് ആവശ്യത്തിനുള്ളത് ഉരുക്കിയെടുത്തിട്ട് നമുക്കിതിലേക്ക് പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഇനി ഇതൊന്ന് ശർക്കരപ്പാനി ഒന്ന് വറ്റി വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പഴവും തേങ്ങയും ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്നങ്ങ് ഡ്രൈ ആയിട്ട് വരണം. വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിൽ നമ്മൾ പാനിൽ നിന്നൊക്കെ ഇതുപോലെ അങ്ങ് വിട്ട് വരുന്ന ആ ഒരു പാകത്തിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നട്ട്സ്, വണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇത് റെഡി ആയിട്ടോ. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെയും കഴിക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിലും കൂടെ ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു ഫ്ലേവറും കൂടെ കിട്ടും ആ ഒരു വാഴയിലയുടെ. അപ്പോൾ ഇതുപോലെ ഒരു വാഴയിലയുടെ പീസ് എടുത്തിട്ട് ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു കോൺ ഷേപ്പിലാണ് കേട്ടോ, നമ്മൾ സമൂസൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുന്ന ആ ഒരു രീതിയിലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കൊന്നങ്ങ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. എല്ലാ പീസുകളും മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്നങ്ങ് ആവി ഏറ്റിയെടുത്താൽ ഇത് റെഡി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ഷേപ്പ് കാണുമ്പോൾ കുട്ടികൾക്കും കഴിക്കാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്